റിങ്കി ഇങ്ങോട്ട് വാ. ഇത്ര നേരെ കയറി പോയിട്ട് കഴിക്കണ്ടേ? അല്ല മണി, ഇവളല്ലേ നേരത്തെ വെപ്രാളപ്പെട്ടത്, എവിടെ അത്യാവശ്യമായിട്ട് പോകണം, പിന്നെ ഇതുവരെ വന്നില്ലേ? റിങ്കി അതെ അമ്മ, എനിക്ക് ഫുഡ് വേണ്ട, സമയമില്ല. എന്ത് സമയമില്ല? നീ ഇത്രയും നേരം വേഷം കെട്ടണ സമയം മതിയായിരുന്നല്ലോ കഴിച്ചിട്ട് പോവാനായിട്ട്. അയ്യോ, ഇപ്പൊ ഞാൻ വേഷം കെട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പ വേഷം കെട്ടാനാ? കഴിക്കാതൊക്കെ പോന്നു ഭയങ്കര തന്നെ. പാലെങ്കിലും കുടിച്ചിട്ട് പോകും. പാല് വെപ്രാൾപ്പെട്ട് എവിടെ പോകുന്നു? അതൊക്കെ ഉണ്ട്, വന്നിട്ട് പറയാം. സർപ്രൈസ്. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ. എന്തോ സർപ്രൈസ്? ഒക്കെ ഉണ്ടെന്ന് വന്നിട്ട് പറയാ. വെയിറ്റ് ആൻഡ് സീ മണിക്കുട്ടി. കുടിയടി മുഴുത്തോ മൊത്തം കുടിക്കേ. പിന്നെ കുടിയാ, സമയമില്ല. അയ്യോ അതെ, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കേട്ടാ. പരീക്ഷ വല്ലതും ഉണ്ടോ? എന്തോന്നാണോ എന്തോ ഇവളെന്തോന്ന് തിരക്ക് പിടിച്ചിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ പോണ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നാലും അളിയോ എന്തോന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ല. അയ്യോ, ഞാൻ ഒരു കാര്യം കൂടി മറന്നുപോയി. മാമ എന്നെ അനുഗ്രഹിക്കണേ. അമ്മ അനുഗ്രഹിക്കണേ എല്ലാരും കേട്ടാ. ഒരു മംഗളകാര്യം നടക്കാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ എനിക്ക് വേണം. ഉണ്ടാവുമല്ലോ. ശരി, പോയിട്ട് വരാം. എന്തോന്ന് സർപ്രൈസ്? ഇനിയിപ്പോ അതറിയാതെ എനിക്ക് ഒരു സമാധാനം ഇല്ല. ഭയങ്കര ക്യൂരിയോസിറ്റി. എന്തോന്നായിരിക്കും? എനിക്കും അത് തന്നെ. അളിയോ ചേട്ടാ, എന്തോ ഇങ്ങനെ ആലോചിക്കുന്നേ? കുറച്ചു നേരമായല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ടടി. എന്തോന്നു? എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ടേസ്റ്റ് ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ, എല്ലായിടത്തും ഞാൻ കളഞ്ഞാണല്ലോ. എടി അതല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേര് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നീ ശ്രദ്ധിച്ചായിരുന്നോ? രാവിലെ സാരി ഉടുത്ത് അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കാലയിലൊക്കെ തൊട്ടുപോയിട്ട് ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് പോയത്. എന്താ പ്രശ്നമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രശ്നമല്ല. എന്തോന്നാണ് ഈ ചേട്ടന്റെ പ്രശ്നം? അതല്ലടി, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേർക്ക് ചില സർപ്രൈസുകൾ നമുക്ക് തരാൻ പറ്റും. ജോലി കിട്ടിയെന്ന്, കാറ് വാങ്ങിച്ചെന്ന്, കാമുകനെ തിരഞ്ഞെടുത്തെന്ന്, കല്യാണം കഴിഞ്ഞെന്ന്. അതിൽ ആദ്യത്തെ 1-2 വിട. കല്യാണം കഴിഞ്ഞ് വരുന്നതാണെങ്കിലും എന്റെ ചേട്ടന് പണ്ടേ ഉള്ള സ്വഭാവമാണ് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ വേറെ മറ്റു തലങ്ങളിലൊക്കെ ആലോചിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളത്. സ്വന്തം ടെൻഷൻ അടിക്കും, മറ്റുള്ളവരും ടെൻഷൻ അടിപ്പിക്കും. ഇത് അങ്ങനെയൊന്നും അല്ല. അല്ല, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മക്കളെ എന്നേ എനിക്ക് പറയാനുള്ളൂ. കഴിക്കുന്നെങ്കിൽ കഴിക്കും. ആ പിങ്കി പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ കണ്ടുപിടിച്ചേനെ. അവളില്ലാതെ പോയി. നന്നായി അവളില്ലാത്തത്. എന്തോ അളിയ ഒന്നും മനസ്സിലാവുന്നില്ല, വ്യക്തമായിട്ട് പറ. അളിയൻ നല്ല മനധൈര്യമായിട്ടിരിക്കണം. എന്തും സംഭവിക്കാം, എന്തും താങ്ങാനുള്ള മനധൈര്യം ഉണ്ടാകണം. അളിയന് പിഞ്ചു ഹൃദയമാ. വലുതായിട്ടൊന്നും കേട്ടാലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, തകർന്നു പോകും. കൂടുതൽ പേടിപ്പിക്കാതെ ഇരിക്കുവോ? മതിയായ കഴിക്കുന്നെങ്കിൽ കഴിക്കും. ഒരു കാരണമില്ലാതെ മറ്റുള്ളവരെ പേടിപ്പിക്കുക. എന്തിനാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? പറയാള് പറ. മണി, എനിക്കെന്തോ അളിയൻ പറഞ്ഞപ്പോഴേ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ചങ്കിടിപ്പൊക്കെ. മണി, എന്റെ രവിയേട്ടാ, മണിക്കുട്ടൻ ചേട്ടൻ ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? ഒരു ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന്റെ മറ്റൊരു വശം ചിന്തിച്ച്, നെഗറ്റീവ് ചിന്തിച്ച് ഇങ്ങനെ മറ്റുള്ളവരെയും കൂടെ പേടിപ്പിക്കും. അത് ശീലമാണ്. നമ്മൾ മോളെ അറിഞ്ഞൂടെ? അതെ, എനിക്ക് അവളെ വിശ്വാസമൊക്കെയാണ്. എന്ത് കാര്യം അവൾ നമ്മളോട് പറയും. പക്ഷെ മണിക്കുട്ട ഇങ്ങനെ തറപ്പിച്ചൊക്കെ പറയുമ്പോഴേ ഞാനേ മണിക്കുട്ടൻ ചേട്ടൻ 2 ഡയലോഗ് പഠിച്ചിട്ട് പറ്റി ഒരു ആവശ്യമില്ലാതെ രവിയേട്ടനും കൂടെ പേടിപ്പിച്ചേക്കണം. നോക്കൂ, നീ വാ മണി. രാവിലെ മനസ്സമാധാനം. എൻ്റെ മക്കൾ അങ്ങനെയൊന്നുമല്ല. മണി
നോക്കാൻ. ആ ഒരാവശ്യമില്ലാതല്ലേ ആ മര്യാദ കിടന്ന മനുഷ്യന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കി വെച്ചത്. എന്തിന്റെ കേടാ? എടി അത് അങ്ങനല്ല, ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ഒരു കുന്തോ ഇല്ല, എന്തോന്നു ഇത്? അയ്യോ ഒരു കുന്തോ ഇല്ല, എന്ത് പറഞ്ഞു വന്നാലും. ഇതേ സ്വഭാവമാണ് എന്റെ ഇളയ സന്താനത്തിന്. എന്ത് കാര്യം കണ്ടാലും അതിനടിയിൽ എന്തോ നെഗറ്റീവ് ഉണ്ട്, എന്തോ പ്രശ്നം വരാണ്ട്. കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിച്ചൂടെ? എടി എന്റെ ചിന്താഗതി ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഓ പിന്നെ എന്തോന്നാണ് ശരിയായിട്ടുള്ളത്? എടി നമ്മുടെ രാമനും മറ്റവളുണ്ടല്ലോ ചിന്നു, രണ്ടുപേരുടെ ഇതുപോലൊരു ദിവസം അമ്പലത്തിൽ പോവാന്നും പറഞ്ഞുകൊണ്ട് പോയായിരുന്നല്ലോ. തിരിച്ചു വന്നത് എങ്ങനെ? രണ്ടുപേരും മാലയിട്ടോണ്ടാ. മനസ്സിലായോ? കല്യാണവും കഴിഞ്ഞു. അല്ല അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ മോള് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയി. അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് അവൾ എൻ്റെ കാലേ തൊട്ട് വീഴിട്ട് ഒരു സർപ്രൈസ് എന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി ഓർക്കുന്നുണ്ടോ? ഇപ്പൊ നിനക്ക് പിടികിട്ടിയോ? എന്തോ ഉണ്ട് എന്ന് പറയില്ല. ഒത്തില്ല കേട്ടോ. എന്റെ മോളെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യൂല കേട്ടല്ലോ. എനിക്ക് എന്റെ മോളെ നല്ല വിശ്വാസമാണ്. ഒരു കാര്യമില്ലാത്ത എല്ലാത്തിലും സംശയമാണ്. എന്തോ മനുഷ്യൻ കാര്യം പറഞ്ഞാൽ പിടി കിട്ടത്തില്ല.